പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പ്രാർത്ഥനയായിട്ടൊക്കെ ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ, ആത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും തന്നെ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കുളിക്കുന്നവരാണല്ലേ. കുളിക്കണെന്തിന്? ശരീരത്തിൽ അഴുക്ക് പോകാനായിട്ട്. ഈശോയോട് പറഞ്ഞ ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിലെ അഴുക്ക് പോകും. ഇതിന് ഭയങ്കര പവറുണ്ട്. 2004 ബഹുമാനപ്പെട്ട കുച്ചിക്കിളച്ചൻ ശുശ്രൂഷയ്ക്കായിട്ട് ജമ്മു കാശ്മീരിലേക്ക് വിട്ടു. ഞങ്ങൾ വേറെ 2-3 പേരുണ്ടായിരുന്നു. ഒരു ബിഷപ്പ് ഒരു വീട് വിട്ടു തന്നു. ഞങ്ങളവിടെ പ്രാർത്ഥനയാണ്. 26 ദിവ്യാരുടെ ആരാധനയുണ്ട്, ശുശ്രൂഷ തുടങ്ങാൻ വേണ്ടി പ്രാർത്ഥനയാണ്. ഒത്തിരിയേറെ മാനസിക രോഗികളായ ആളുകൾ തെരുവിൽ കൂടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. പലപ്പോഴും പല ആളുകളുടെ അടുത്ത് പോയിട്ട് വിളിക്കും, സഹോദരൻ വരാൻ പറഞ്ഞ്. ആരും വരില്ല, ഒറ്റൊരാളും വരുന്നില്ല. ജമ്മു കാശ്മീരിലെ സാഹചര്യം വ്യത്യസ്തമാണ്. അവിടുത്തെ ലാംഗ്വേജ് അറിയില്ല. 1 മാസമായി ആശ്രമം തുടങ്ങിയിട്ട് ഒറ്റ മനുഷ്യന് കിട്ടുന്നില്ല. ഒരു ദിവസം ഞാനും പൗലോസപ്പനും കൂടി ജമ്മു ബിഷപ്പ് ഹൗസിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് പോവുകയാണ്. ജുവൽ എന്ന് പറയുന്നൊരു ജംഗ്ഷനെത്തി. ഞങ്ങളിങ്ങനെ നടന്ന് 4 കിലോമീറ്റർ ഉണ്ട് ബിഷപ്പ് ഹൗസിലേക്ക്. നടന്നു പോകുന്നത് കൂടുതൽ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു മാനസിക രോഗിയായൊരു മകൻ അടിവസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് റോഡിൽ കൂടെ ഡാൻസ് ചെയ്ത് നടക്കും. പെട്ടെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ മകനെ ഒന്ന് കഴുകണമേ. അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ കൂടെ പോരട്ടെ. ഇത്രേ ഉള്ളൂ. തിരുരക്തം കൊണ്ട് കഴുകണമേ, അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ കൂടെ പോരട്ടെ. ഞങ്ങൾ ഈ മനുഷ്യൻ്റെ അടുത്തെത്തി. അറിയാവുന്ന ഹിന്ദിയെക്കുറിച്ച് ചോദിച്ചു, പേരെന്താണെന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. സഞ്ജയ് എന്നാണ് പേര് പറഞ്ഞത്. ഞങ്ങൾ ഞങ്ങളുടെ കൂടെ വരാനായിട്ട് ആവശ്യപ്പെട്ടു. യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ അയാൾ ഞങ്ങളുടെ കൂടെ വന്നു. അതിനുമുമ്പ് പല പ്രാവശ്യം അയാളെ വിളിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും വരാൻ കൂട്ടാക്കിയിട്ടില്ല. ഈശോയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത് ചെന്നു അയാളെ വിളിച്ചു. ആ നിമിഷം അയാൾ ഞങ്ങളുടെ കൂടെ പോരുകയാണ്. മറ്റൊരു അവസരത്തിൽ പീറ്റർ സെലസ്റ്റ്യൻ പിതാവ്, അന്നത്തെ പിതാവ്, എന്നോട് പറഞ്ഞു, ഒരു സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, കൂടെ പോകാൻ പറഞ്ഞു. വണ്ടിയിൽ പിതാവിൻ്റെ വണ്ടി വിട്ടു തന്നു. വണ്ടി ഓടിക്കുന്ന ആളുടെ പേര് മക്കൻ എന്നാണ്, ജമ്മുകാരനാണ്. ഞാനും അദ്ദേഹം കൂടി ആ ബിഷപ്പിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോവുകയാണ്. ബിഷപ്പ് ഹൗസിൽ നിന്ന് പോവുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിൽ ഒരു മാനസിക രോഗിയായ ഒരു അപ്പച്ചൻ ഇരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് എനിക്ക് തോന്നി ഇയാളെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. ഇയാൾ എവിടെ ഇരിക്കുന്നു ആ ആളുടെ അടുത്തെത്തിയപ്പോൾ ഞാൻ പറയാതെ തന്നെ ഈ ഡ്രൈവർ വണ്ടി നിർത്തി. ഞാൻ ചോദിച്ചു, എന്തിനാ വണ്ടി നിർത്തിയത്? ഡീസൽ അടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പമ്പ് കഴിഞ്ഞ് അല്പം മുൻപോട്ട് പോയിരുന്നു. അദ്ദേഹം വണ്ടി പുറകോട്ടെടുത്ത് പമ്പിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, വണ്ടി നിർത്തിക്കുകയെന്ന് പറഞ്ഞു. നിർത്തി. ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ മാനസിക അപ്പച്ചൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അറിയാവുന്ന ഹിന്ദിയിൽ ചോദിച്ചു, പപ്പാജി ആപ്കാ നാം ക്യാ ഹൈ? അദ്ദേഹം അവിടെ നിന്ന് മാറി ഒരു 3-4 സ്റ്റെപ്പ് മാറിപ്പോയിരുന്നു. ഞാൻ വീണ്ടും അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, പേര് പറയാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ നിന്ന് മാറി 3-4 സ്റ്റെപ്പ് മാറിപ്പോയിരുന്നു. വീണ്ടും അടുത്ത് ചെന്നു. അദ്ദേഹം മാറിപ്പോയി. പെട്ടെന്നാണ് ഓർമ്മ വന്നത്, പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതായത് ഇതുപോലെ സംഭവിച്ച സംഭവമായി പറയുന്നത്. പെട്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവെ, തെറ്റിപ്പോയി, ക്ഷമിക്കുക. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈ അപ്പച്ചനെ ഒന്ന് കഴുകണമേ. അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ കൂടെ പോരട്ടെ. അത്രേ ഉള്ളൂ. തിരുരക്തം കൊണ്ട് കഴുകണമേ. എൻ്റെ അടുത്ത് ചെന്നു. അറിയാവുന്ന ഹിന്ദിയിൽ ചോദിച്ചു, പപ്പാജി ആപ്കാ നാം ക്യാ ഹൈ? വിജയ് എന്ന് പേര് പറഞ്ഞു. കൂടെ വരാൻ പറഞ്ഞു. ഒരു കുഞ്ഞാടിനെ പോലെ കൂടെ വന്നു. അതിനു മുമ്പ് അമ്പിനും വില്ലിനും എടുക്കാത്ത രീതിയിൽ മാറിപ്പോയ ഒരു മനുഷ്യൻ ആ അപ്പച്ചൻ്റെ അടുത്ത് നിന്നിട്ട്, യേശുവേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞ നിമിഷം തന്നെ കഴുകപ്പെടുവാണ്. ആ വ്യക്തിയിൽ മാറ്റം വരികയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരാളെ പോലും തെരുവിൽ നിന്ന് ബലമായിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഒരാളെ കാണുമ്പോൾ, കർത്താവേ, തിരുരക്തം കൊണ്ട് കഴുകണമേ, കഴുകപ്പെടും. സങ്കീർത്തനം 145:19, ദൈവം തൻ്റെ ഭക്തരുടെ ആഗ്രഹം സാധിച്ചു തരും. ലൂക്ക 18:40 പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരു അന്ധനായ മനുഷ്യൻ ഈശോയുടെ അടുത്ത് എത്തുമ്പോൾ ഈശോ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? മർക്കോസ് 10:52, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മത്തായി 20:30-31, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുടക്കുണ്ടോ? പൈസ മുടക്കുണ്ടോ? ഇപ്പോൾ ഒരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹിച്ചാൽ ലക്ഷങ്ങൾ മുടക്കണം. ഒരു നേഴ്സാകണമെന്ന് ആഗ്രഹിച്ചാലും ലക്ഷങ്ങൾ മുടക്കണം.
എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹിച്ചാലും ലക്ഷങ്ങൾ മുടക്കണം. ഇപ്പോൾ ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചാലും പൈസ മുടക്കണം. എനിക്കൊരു വിശുദ്ധനാകണം, ഒരു വിശുദ്ധ ആകണമെന്ന് ആഗ്രഹിക്കുക ഒരു മുടക്കമില്ലാത്ത കാര്യമാണ്. ഒന്ന് ആഗ്രഹിച്ച് അതിന് കർത്താവ് അടുത്ത വഴികൾ പറഞ്ഞു തരും. ഞാൻ ആഗ്രഹം നടന്ന കുറേ കാര്യമുണ്ടല്ലോ. ആഗ്രഹിച്ചാൽ നടക്കും, ആഗ്രഹിച്ച് നടക്കാത്ത ഒത്തിരി കാര്യമൊന്നുമില്ല. ദൈവത്തിന് പ്രതികരമായ കാര്യങ്ങൾ ആഗ്രഹിക്കുക. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന കാഞ്ഞങ്ങാട് സ്നേഹാലയത്തിൽ 2016 ഏപ്രിൽ മാസം 23 അവിടെ എത്തിയത്. അന്ന് അവിടെ ദൈവികാരൻ ആരാധനയില്ല, വിശുദ്ധ കുർബാനയില്ല. മുൻപുണ്ടായിരുന്നു, ചില കാരണങ്ങൾ കൊണ്ട് അതെല്ലാം എടുത്തു മാറ്റപ്പെട്ടു. മുൻപ് അവിടെ ആയിരക്കണക്കിന് വിശുദ്ധയിൽ അടുപ്പിച്ച ബലിപീഠമുണ്ട്. സമയം കിട്ടുമ്പോഴെല്ലാം അവിടെ പോയി കുത്തിയിരിക്കും. കർത്താവേ ഞങ്ങൾ കുർബാന വേണം, കർത്താവേ ഞങ്ങൾ കുർബാന വേണം. 36-ാമത്തെ ദിവസം അവിടെ ചെന്നതിൻ്റെ 36-ാമത്തെ ദിവസം ഒരച്ഛൻ വന്നിരിക്കുകയാണ്. ഒരു കാരണം എന്നാച്ച വന്നേ വിശുദ്ധ ബലി അർപ്പിക്കാൻ വന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ സക്രാരിയില്ല, കാസയില്ല, പീലാസയില്ല, തിരുവസ്ത്രങ്ങളൊന്നുമില്ല, കുർബാന പുസ്തകമൊന്നുമില്ല, ഓസ്തിയില്ല, വീഞ്ഞില്ല, ഒരു സാധനമില്ല. കാരണം കുർബാന നടക്കുന്ന സ്ഥലമല്ല അവിടെ. അച്ഛൻ ഞങ്ങൾക്കിവിടെ ഇതൊന്നുമില്ല. അച്ഛൻ പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട, എല്ലാ സാധനവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം എൻ്റെ വണ്ടിയിലുണ്ട്. സ്ഥിരമായിട്ട് അവിടെ കുർബാന അർപ്പിക്കുവാനുള്ളൊരു സാഹചര്യം കർത്താവ് ക്രമീകരിച്ചു. അന്ന് തുടങ്ങി ഇന്ന് വരെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ട്, 24 മണിക്കൂറും ആരാധനയുണ്ട്. ജെറേമിയ 33:3 എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ ഉത്തരം വരണം. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ രഹസ്യങ്ങളും നിനക്ക് ഞാൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.